ഹായ് നമസ്കാരം. എൻ്റെ പേര് ജോസഫ്. ഞാൻ ഫോർ അവർ ലിവിങ് പ്രൊഡക്ട്സ് എന്നുള്ള കമ്പനിയിൽ മാനേജറായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുകയും പ്രൊഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. ഞാൻ ഈ ഫോർ അവർ എന്നുള്ളൊരു കമ്പനിയിലേക്ക് വരാനുള്ള കാരണം ഈ പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. കാരണം ഞാൻ ഈ ഒരു ഫിറ്റ്നസ് ഫീൽഡിൽ നിൽക്കുന്ന ഇതിൽ എൻ്റെ അനുഭവപ്രകാരം ഞാൻ ഒത്തിരി പ്രൊഡക്ട്സ് കണ്ടിട്ടുള്ളതാണ്. പ്രോട്ടീൻ മറ്റേ മറിച്ച് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അധികവും കിട്ടുന്നതെല്ലാം സിന്തറ്റിക്കും കെമിക്കലൊക്കെയാണ്. ഇതിന് മിക്കതിനും എഫക്ട്സും സൈഡ് എഫക്ട്സും ഉണ്ട്. പക്ഷേ ഫോർ അവർ എന്നുള്ളൊരു കമ്പനി വ്യത്യസ്തമായി കണ്ടതെന്ന് പറഞ്ഞാൽ സൈഡ് എഫക്ട്സ് എന്നുള്ളൊരു കാരണം അത് അങ്ങനത്തെ ഒരു കാര്യമേ ഇതിൻ്റെ അകത്തില്ല എന്നുള്ളതാണ്. കാരണം ഇത് 100% നാച്ചുറൽ, ഇത്രയും ടെസ്റ്റുകൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിറങ്ങുന്ന പ്രൊഡക്ട്സാണ്. നമുക്കിന്ന് വേൾഡിൽ ഇങ്ങനൊരു സാധനം കിട്ടാനേ ഇല്ല. അതാണ് എന്നെ ഒത്തിരി അട്രാക്റ്റ് ചെയ്യാനുള്ള കാരണം ഇതിലേക്ക്. പിന്നെ അത് ആണെന്നുണ്ടെങ്കിലും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ ഉണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ്, ഫിറ്റ്നസ് ഫീൽഡിലാണെങ്കിൽ തന്നെ പേഴ്സണലായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഒത്തിരി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഡൈജഷൻ സംബന്ധമായിട്ടുള്ള പ്രശ്നം, അങ്ങനെയുള്ള ഇതൊക്കെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് റിക്കവർ ചെയ്യാൻ പറ്റി. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഫാദറിൻ്റെ ഹെൽത്ത് ഇഷ്യൂസിലും ഇങ്ങനെ ചേഞ്ചുകൾ ഇതൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഫോർ അവർ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയത്. അതിൽ മുമ്പും ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ പ്രൊഡക്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇത് സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സാധാരണ പ്രൊഡക്റ്റ് പോലെ അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ ഷേവാണ് ആദ്യം പരിചയപ്പെടുന്നത്. അത് സാധാരണ ഇവിടെ കിട്ടുന്ന ആഫ്റ്റർ ഷേവിൻ്റെ കൂട്ടത്തിലൊരു അതിനേലൊരു ബെറ്റർ എന്നുള്ളൊരു ചിന്ത മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് ഇത് എന്താണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാനിതിലേക്ക് അതായത് വേർത്താണ് നമ്മുടെ ടൈം ഇതിലേക്ക് വെക്കുന്നതിൽ, ഇതിനെക്കുറിച്ച് പഠിക്കാനും ഇതെന്താണ് റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മുടെ ലൈഫിൽ വേദിയാണെന്ന് മനസ്സിലായപ്പോഴാണ് സീരിയസ് ആയിട്ട് സ്റ്റെപ്പ് എടുത്തത്. കാരണം നമ്മളുടെ ലൈഫ് മാത്രമല്ല, ചുറ്റിലുള്ള ആൾക്കാരുടെ സീരിയസ് ആയിട്ട് ഇത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ ലൈഫ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സാധനമാണിത്. ഇതിനേക്കാളും അപ്പുറത്ത് വേറൊരു പ്രൊഡക്ട്സ് കിട്ടാനില്ല അത്രയും. കാരണം ഇതിൽ നമ്മളിപ്പോൾ ഞാൻ ആരോടും വാങ്ങാനോ ഒന്നും ചെയ്യാൻ പറയുന്നില്ല. അറ്റ്ലീസ്റ്റ് എന്താണെന്നെങ്കിലും ഇത് മനസ്സിലാക്കാനുള്ള ഒരു എഫേർട്ട് ഇടുക, അതുമാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫോർ അവർ എന്താണെന്ന്, അതായത് വേറെ ഒരാളോട് ചെന്ന് ചോദിക്കാനല്ല, സ്വയമേ അന്വേഷിക്കുക. കാരണം ഇതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാളുടെ അടുത്ത് ചെന്നിട്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ വെറും പൊട്ടത്തരോ പറഞ്ഞു തരുള്ളൂ. സ്വയമേ നമുക്ക് ബോധ്യം വരുന്ന രീതിയിൽ നമ്മൾ അന്വേഷിക്കുക. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കണം. കാരണം എന്താ അന്വേഷിക്കേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, ഈ പ്രൊഡക്ട്സ് കൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കമ്പനി 45 വർഷമായിട്ടുള്ള ഈ കമ്പനിയിൽ ഒരു നെഗറ്റീവ് റിപ്പോർട്ടില്ല? എന്തുകൊണ്ട് ഈ പ്രൊഡക്ട്സ് കഴിച്ച ആൾക്കാർക്ക് ആയിരിക്കും സൈഡ് എഫക്ട്സ് ഇല്ല? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ബാക്കിയുള്ള ഏത് പ്രൊഡക്റ്റ് എടുത്ത് നോക്കോ, അവർ പറയുന്നത് ഇപ്പോൾ ഓക്കെ ഇന്നതിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പക്ഷേ ആ റിസൾട്ട് കിട്ടുന്നില്ല. പിന്നെ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം സൈഡ് എഫക്ട്സ് വരുന്നുണ്ട്. എന്തെങ്കിലും കിട്ടിയെന്നേ ഉള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, പറയുന്നത് കിട്ടുന്നുണ്ട്. ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് തന്നെ കിട്ടുന്നുണ്ട്. ഇതിനുകൊണ്ടുള്ള ഇന്ന ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ കമ്പനി 45 വർഷമായിട്ട് ഒരു നെഗറ്റീവ് റിപ്പോർട്ടില്ലാത്ത ഒരു കമ്പനി പോലും കാണാനുമില്ല. മിക്ക ആൾക്കാരുടെയും ചിന്തിക്കുന്ന രീതി ഇതാണ്. അതായത് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം, നമുക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഡോക്ടറോട് ചോദിക്കുമോ? അല്ലെങ്കിൽ നമ്മൾ ടോയ്ലറ്റിൽ പോകണോ ഡോക്ടറോട് ചോദിക്കണോ? നമ്മൾ ഇന്ന ഭക്ഷണം കഴിക്കണോ ഡോക്ടറോട് ചോദിക്കണോ? ഡോക്ടറോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടറോട് ചോദിക്കുക. ഡോക്ടറുടെ റോള് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എമർജൻസി മെഡിക്കൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഡോക്ടേഴ്സ് ആവശ്യമാണ്. അത് അവർ തന്നെ ചെയ്യേണ്ട ജോലിയാണ്. പക്ഷേ നമ്മളുടെ ഒരു കോമൺ സെൻസ് ഉണ്ട്. നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളുടെ ഹെൽത്ത് ചെന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് എങ്ങനെയാണ്? ഡോക്ടറിനെല്ലാം അറിയണം, നമുക്കറിയണം നമ്മളുടെ ഹെൽത്ത് എന്താണ്, അതിനെന്താണ് ആവശ്യം. അതിന് നമ്മളുടെ ബോഡിയെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഒരു ഡോക്ടർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിംറ്റംസ്, ഇന്ന രോഗം വന്ന് ഓക്കെ ആ സിംറ്റമിന് ഇന്ന ഗുളിക കൊടുക്കുക, അതാണ് ഡോക്ടേഴ്സ് നോക്കുന്നത്. അതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എനിക്ക് പറയാവുന്നത്, നമ്മൾക്ക് ഒരു ആപ്പിൾ കഴിക്കാം. എന്തിനാണ്? അത് ഡോക്ടറോട് ചോദിക്കണ്ട. ഇന്ന ആപ്പിൾ കഴിച്ചാൽ ഇന്ന ഗുണം ഉണ്ടാവുമെന്ന് സാധാരണ എല്ലാവർക്കും നമ്മളുടെ ബോഡിയെക്കുറിച്ച് അറിയാവുന്ന ഒരാൾക്കും, അതായത് ഒരു അമ്മക്കറിയാം കൊച്ചിന് ഇന്ന ഫുഡ് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചിട്ടല്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ഒരു ആപ്പിൾ കഴിക്കേണ്ട സ്ഥലത്ത് നമ്മൾ വയറ് നിറയോളം ആപ്പിൾ കഴിച്ചാലും നമുക്കൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ ആപ്പിളിൽ നിന്ന് കിട്ടുന്ന വൈറ്റമിൻ എ ആണെന്ന് പറഞ്ഞ് അതേ സ്ഥാനത്ത് 100 ആപ്പിൾ കഴിച്ചാലൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ഞാൻ വൈറ്റമിൻ എ ഗുളിക ഒരു പിടി വാരി കഴിക്കാമെന്ന് പറഞ്ഞാൽ ഇതും തമ്മിൽ രാത്രിയും പകലും വ്യത്യാസമുണ്ട്. കാരണം അത് കെമിക്കൽ പ്രൊഡക്റ്റാണ്, ഇത് നാച്ചുറൽ പ്രൊഡക്റ്റാണ്. നാച്ചുറൽ എത്ര കഴിച്ചാലും നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി പുറത്ത് പോകുന്നു. പക്ഷേ മറ്റേത് അങ്ങനെയല്ല, നമ്മൾക്ക് നെഗറ്റീവ് എഫക്റ്റ് വരുന്നത്. അപ്പോൾ അതാണ് ഫാർമസ്യൂട്ടിക്കൽ വിങ്, അതായത് മെഡിസിൻ എന്നുള്ള സാധനം. നമ്മളുടെ മെഡിസിൻ എല്ലാം 100% നാച്ചുറൽ പ്രൊഡക്ട്സ്. ഒരു കമ്പനിക്കും, ലോകത്തിൽ ഒരു കമ്പനിക്കും ഈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇതുപോലെ നാച്ചുറലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. എന്തുകൊണ്ട് ഈ കമ്പനിക്ക് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു? അതായത് ഞാൻ വാങ്ങാനോ നിങ്ങളോട് ഇതിനോട് ജോയിൻ ചെയ്യാനോ ഒന്നും പറയുന്നില്ല, അന്വേഷിക്കുക. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
അതായത് നമ്മളുടെ ലൈഫാണ്, നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ അന്വേഷിക്കുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, ഹെൽപ്പ് ചെയ്ത് തരാം.